ഏവർക്കും നമസ്കാരം. എന്റെ പേര് ഡോക്ടർ പോൾ ബാബു, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, MKM ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നട്ടലിന്റെ അസുഖത്തിലുള്ള കാരണങ്ങളുമാണ്. അനാറ്റമി എന്ന് പറയുന്നത് നമുക്ക് കുറെ കശാരക്കളും ഡിസ്കുകളും ഞരമ്പുകളുള്ള ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. ഇത് കഴുത്തിന്റെ ഭാഗം. കഴുത്തിന്റെ ഞരമ്പുകൾ കൈയിട്ട് പോകും. ഇത് നമ്മുടെ നടുവിന്റെ മിഡിൽ ഭാഗം. ഇതിന്റെ ഞരമ്പുകൾ നമ്മുടെ ഫ്രണ്ടില് ഈ മിഡിൽ പോർഷനിൽ ഫ്രണ്ടിട്ട് വരും. ആദ്യത്തെ ഞരമ്പുകൾ നേരെ കാലിയിട്ട് പോകും. ഒരു പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ ആദ്യം ഇപ്പോഴും ആൾക്കാർ പറയുന്നത് കാലിയിട്ടുള്ള വേദനയായിരിക്കും, നടുവേദന പ്രത്യക്ഷത്തിലുണ്ടാവില്ല. ചിലപ്പോൾ ചില ആൾക്ക് പറയും കാലിട്ടുള്ള വേദനയില്ല, നടുവേദന മാത്രമേ ഉള്ളൂ. നമുക്ക് ഏറ്റവും ആദ്യം ഏജിനെ പറ്റി നമുക്ക് ചോദിക്കും. പേഷ്യന്റ് യങ് ആണോ ഓൾഡ് ആണോ? യങ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രൊഫഷൻ അസോസിയേറ്റഡ്. രണ്ടാമത് നമുക്ക് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് മിക്കപ്പോഴും നമുക്ക് തേയ്മാനം കൊണ്ടായിരിക്കും വരുന്നത്. ഈ തേയ്മാനം ഇന്നും ഇന്നലെ തുടങ്ങിയതായിരിക്കില്ല, കുറച്ച് കാലക്രമേണ വന്നുകൊണ്ടിരിക്കുന്ന തേയ്മാനമായിരിക്കും. ഏറ്റവും പ്രാഥമികമായിട്ട് നമുക്ക് എക്സ്റേ ആണ് വേണ്ടത്. എക്സ്റേയിൽ നമുക്ക് എല്ലിന്റെ തേയ്മാനവും എല്ലിന്റെ ബലക്ഷയവും ചെയ്യാൻ പറ്റും. യങ് ആയിട്ടുള്ള ആൾക്കാരിൽ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് നമുക്ക് ഡിസ്ക് സ്പേസ് എന്ന് പറയും. ഈ കശാരക്കളുടെ ഇടയ്ക്ക് ഡിസ്ക് ഇരിക്കുന്ന ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിന്റെ സ്പേസ് കുറയുകയും അതുമൂലം നമ്മൾ മനസ്സിലാവുന്നു അവിടെ ചെറിയൊരു ഡിസ്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷെ അത് കൺഫർമേറ്ററി ആയിരിക്കണമെന്നില്ല. ഇതിനൊക്കെ ഏറ്റവും കൺഫർമേഷൻ ആയിട്ട് MRI എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്കാനാന്നുള്ളത്. ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് അതായത് ഒത്തിരി ഇരിക്കാൻ പാടില്ല. നമ്മളൊരു ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ് നിൽക്കുമോ നടക്കുന്ന 5 മിനിറ്റ് കിടക്കണം. രണ്ടാമത് നമ്മൾ ഇരിപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറയണം. മൂന്നാമത് നമ്മൾ ഒത്തിരി സ്റ്റെപ്പ് കയറലോ ഇറങ്ങലോ ഒഴിവാക്കാൻ പറയണം. ഒത്തിരി ഭാരമായിട്ടുള്ള ജോലികൾ, മിച്ചം അടിക്കുക, നിലം തുടയ്ക്കുക, പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വെയിറ്റ് എടുക്കുക, അതൊക്കെ ഒഴിവാക്കാൻ പറയണം. പിന്നെ എല്ലാവർക്കും ഒരു ഇതുണ്ട്, നമുക്ക് മെഡിസിൻസ് കഴിച്ചുകൂടി കംപ്ലീറ്റ്ലി മാറില്ല. മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിൽ പകുതി എഫക്റ്റ് ആണ്. പിന്നെ അത് കൂടാണ്ട് റെസ്റ്റ് കൂടെ പകുതി എഫക്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും പേഷ്യന്റ് വരുന്നുണ്ടാവും. രണ്ടാമതായിട്ട് നമുക്ക് നെർവിന് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഫിസിയോതെറാപ്പിയാണ്. അപ്പൊ നമുക്ക് ഈ കാലത്ത് ഇത്രയും റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ഓഫർ ചെയ്യാൻ പറ്റും. അത്രയും നല്ലോണം അവരുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻ ഷോർട്ട് അബൌട്ട് നമ്മുടെ നട്ടലും നമ്മുടെ സ്പൈനിലും പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പം ഏവർക്കും നല്ല ഹെൽത്തും നല്ല ദിനവും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.